വെൽക്കം ബാക്ക് ടു എജ്യു വാലറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല, പകരം ഈ പാഠത്തിന് എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ പാഠം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിൽ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സ്കെച്ചുകളും അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്രിസിയേഷൻ 8 മാർക്കിൻ്റെ വന്ന എഴുതുക, പ്രൊഫൈൽ എങ്ങനെയാണ് എഴുതുക, ഇതൊക്കെ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എല്ലാ പാഠത്തിൻ്റെയും കഥ പറയുന്ന മലയാളത്തിൽ പറയുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഓൾറെഡി ഇപ്പോൾ അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവാനും അത്യാവശ്യം ഒരു പകുതി മാർക്ക് കിട്ടാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ളൊരു സമ്മറിയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക ഈ പാഠത്തിലെ എന്താണ് ഈ പാഠം. കാരണം വേറെ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ സമ്മറി വെച്ചിട്ടാണ് എഴുതാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ആരാണ് എഴുതിയിട്ടുള്ളത്? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടേൺ ബൈ ലയമോ ഫ്ലെഹർട്ടി. ഇതൊരു യങ് സീഗിളിനെ കുറിച്ചിട്ടുള്ളതാണ്. ഹു ഇസ് എഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്. പിന്നെ എന്താ ചെയ്തിട്ട് അങ്ങനെ അവൻ്റെ ഫാമിലി അവനെ പറക്കണം, അവൻ എന്തായാലും പറഞ്ഞേ പറ്റൂ, അങ്ങനെ ഒരു ആവശ്യത്തോടു കൂടി അവരെ എന്ത് ചെയ്യാണ്, അവനെ ഒറ്റക്കാക്കുന്നു, അവർ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം അവൻ വിശപ്പ് കാരണം ഹംഗ്രി ഫോർ 24 hours അങ്ങനെ വിശന്ന് നിന്ന് ആ ഒരു മാഡ്നെസ്സിൽ, അതായത് വിശപ്പിൻ്റെ കാഠിന്യം കാരണം അവനങ്ങനെ പറക്കാനായിട്ട് ശ്രമിച്ച് അവനങ്ങനെ പറക്കുകയാണ്. ഇതാണ് ഈ ഒരു പാഠത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ജസ്റ്റ് വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ്. അവൻ്റെ അമ്മ എന്ത് ചെയ്തു? ഷി പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ്. അതായത് കുറേ മണിക്കൂറുകളായിട്ട് വിശന്ന് നിൽക്കുന്ന അവൻ്റെ അടുത്തോട്ട് അമ്മ ഒരു ഫിഷിൻ്റെ പീസായിട്ട് പറക്കുകയാണ്. അപ്പോൾ ആ വിശപ്പ് കാരണം ദ യങ് സീഗിൾ വാസ് മാഡ് വിത്ത് ഹങ്കർ. വിശപ്പ് കാരണം പ്രാന്തായി നിൽക്കുന്നവൻ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? ആ ഫിഷിൻ്റെ മേൽക്ക് അവൻ ഡൈവ് ചെയ്തു. അങ്ങനെ അവൻ പറക്കുകയാണ്. ഹി സ്പ്രെഡ് ഹിസ് വിങ്സ് ആൻഡ് ഹി എൻജോയ്സ് ദ മൊമെൻറ്റ് ഓഫ് ഫ്ലൈയിങ്. അവൻ്റെ ഫാമിലി മൊത്തം അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവന് ഇത്രയും പേടിച്ച് നിന്നിരുന്ന ഒരു കാര്യത്തെ പാരൻസ് അവനെ അത് ഫേസ് ചെയ്യണം എന്ന് വേണ്ടി, അവന് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ആവശ്യം പാരൻസിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാരൻസിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു യങ് സീഗിൾ പറക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൻ്റെ ഒരു ജസ്റ്റ് സമ്മറി. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ്. അത്യാവശ്യം എല്ലാ കണ്ടൻറ്റും ഇതിലുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് യങ് സീഗിൾ. ഇതങ്ങനെ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ മേ ബി ചോദിക്കാം. ഓക്കെ, ചോദിച്ചു കൂടാനൊന്നുമില്ല, ഇത് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. യങ് സീഗിളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, ക്യാരക്ടർ സ്കെച്ച്. യങ് സീഗിളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. യങ് സീഗിൾ ഇങ്ങനെ ചെയ്ത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? യങ് സീഗിൾ എന്താണ്? അങ്ങനെ എന്താണ് യങ് സീഗിളിനെ കുറിച്ച് വന്ന എന്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. സോ ഞാൻ പറയട്ടെ, പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ് പോയിന്റ് ആക്കിയിട്ട് പഠിച്ചാൽ മതിയോ, അത് പിന്നെ എക്സാമിന് പോയിട്ട് എഴുതിയാൽ മതി എന്നൊക്കെ. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർ പോയിന്റ് ആക്കിയിട്ട് പഠിക്കുക. പക്ഷേ പോയിന്റ് ആക്കുമ്പോൾ അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇൻ ദി സ്റ്റോറി യങ് സീഗിൾ ഇസ് എ ടിമിഡ് സീ ബേർഡ്. യങ് സീഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സീ ബേർഡ് ആണ്. ഹു റെഫ്യൂസസ് ടു ലേൺ ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ, പറക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു ബേർഡാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ബിക്കോസ് ഇറ്റ്സ് ലവ് കംഫേർട്ട്, അതായത് അതിൻ്റെ പാരൻസിൻ്റെ കൂടെ ഒക്കെ വളർന്ന ആ ഒരു കംഫേർട്ട് അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് പറക്കണ്ട എന്നുള്ളൊരു പേടി അതിനുണ്ട്. അതിൻ്റെ വിങ്സ് അതിനെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവൻ്റെ പാരൻസും സിബ്ലിങ്സും ഒക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് അവർ പറക്കണം. ദേ ആർ സ്റ്റാർട്ടഡ് ടു അവോയ്ഡിങ് ദ യങ് സീഗിൾ. യങ് സീഗിളിനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി, ഫുഡ് കൊടുക്കാണ്ടായി. ആൻഡ് ദേ ആർ കമ്പലിങ് ഇറ്റ് ടു ഫ്ലൈ. അതായത് നീ കമ്പൽ ചെയ്യാണ്, നീ എന്തായാലും പറഞ്ഞേ പറ്റൂ. അങ്ങനെ അദ്ദേഹം അവിടെ ആ ഒരു യങ് സീഗിൾ പറക്കാൻ തുടങ്ങി. അതാണ് ആ ഒരു ഭാഗത്തുള്ളത്. അതേപോലെ നമുക്ക് ചോദിക്കുന്നതാണ് മദർ സീഗിളിനെ കുറിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു പാഠത്തിൻ്റെ സമ്മറിയും അതേപോലെ തന്നെ നമ്മളിപ്പോൾ തന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതുക. ഇപ്പോൾ ഒരു 6 മാർക്കിനൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു 1.5 പേജ് നമുക്ക് എന്തായാലും എഴുതണം. അപ്പോൾ ആ സമ്മറി ഒപ്പം എന്ത് ചെയ്യുന്ന, ഞാനിപ്പോൾ തന്നിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചിൻ്റെ കുറച്ച് ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ എഴുതിയാൽ മതി. പാരഗ്രാഫൊക്കെ എഴുതുമ്പോൾ തന്നെ എന്തിട്ടോ അത്യാവശ്യം മാർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതാം, എങ്ങനെ ഈസി ആയിട്ട് എത്ര പേജ് എഴുതണം, എത്ര മാർക്കിന് എഴുതണം, അതൊക്കെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈസിലി നമുക്ക് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് ടൈം മാനേജ് ചെയ്യണം, ഇങ്ങനത്തെ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ യങ് സീഗളിൻ്റെ അമ്മേനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. ഇതും കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മോട്ടിവേറ്റിംഗ് ക്യാരക്ടറാണ്. ഷീ ട്രൈ ടു ത്രെറ്റനിങ് ദ യങ് സീഗിൾ. അതായത് ഈ യങ് സീഗിൾ പറക്കാൻ വേണ്ടി അത്രയും ആഗ്രഹിക്കുന്ന ഒരാളാണ് യങ് സീഗളിൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ട്രൈ ടു ത്രെറ്റനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പാരൻസും സിബ്ലിങ്സും ഒക്കെ പറന്നുപോയി. ഇവൻ അപ്പോഴും ഒരു അറ്റംപ്റ്റ് പോലും ചെയ്യുന്നില്ല പറക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഹീസ് എഫ്രൈഡ് ഓഫ് ഫോളിങ് ഡൗൺ, നിലത്തോട്ട് വീഴുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ടെൻഷനിലിരിക്കുന്ന, ഒരു പേടിയിലിരിക്കുന്ന തൻ്റെ യങ് സീഗിളിനെ പറക്കാൻ വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് യങ് സീഗിളിൻ്റെ അമ്മ എന്ന് പറയുന്നത്. ദ മദർ ഗേൾ റിയലൈസ് ദാറ്റ് ദ നീഡ് ടു ഫ്ലൈ വുഡ് മേക്ക് ലിറ്റിൽ വൺ ഡൂ സോ. അതായത് ഇവൻ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ, അങ്ങനെ ഒരു ആവശ്യം ഇവൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇവൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ എന്ത് ചെയ്തു, ഒരു പീസ് ഓഫ് ഫിഷ് ആയിട്ട് വരുന്നു. അങ്ങനെ അവൻ ഡൈവ് ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ ഈ ഒരു ഫ്ലവർ ലാസ്റ്റ് പറക്കുന്നുണ്ട്. ആ പറക്കുന്നതിന് പിന്നിലുള്ള അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ, അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നത് അമ്മയാണ്. സോ ദ മദർ മോട്ടിവേറ്റഡ് ദ യങ് വൺ ടു ഡു വാട്ട് വാസ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിം. ഇവൻ എന്തായാലും പറഞ്ഞേ പറ്റൂ, അവനതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഈ അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഇവൻ പറക്കാനുള്ള എല്ലാ കാരണവും അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇവനെ ഹെൽപ്പ് ചെയ്തത് ഇവൻ്റെ അമ്മയാണ്. സോ അതാണ് യങ് സീഗളിൻ്റെ അമ്മേനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സമ്മറിയും ഈ ജസ്റ്റ് ചെറിയ പോയിൻറ്റ്സുകളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഓക്കെ. ഇനി അടുത്തത് ചോദിക്കുന്നത് എ പാരഗ്രാഫ് അബൌട്ട് റോൾ ഓഫ് പാരൻസ്. ഇത് നമുക്ക് ചിലപ്പോൾ ചെറിയ എസ്സേ ആയിട്ടും റൈറ്റപ്പ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഈ പാഠത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് റോൾ ഓഫ് പാരൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടൊരു പാരഗ്രാഫ് എഴുതാനോ, അല്ലെങ്കിൽ മേ ബി പാരൻസിനെ കുറിച്ച് നമ്മളോട് സ്പീച്ച് എഴുതാൻ പറഞ്ഞു. അബൌട്ട് ദ ചാപ്റ്റർ ഓൺ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന പാഠം ബേസ് ചെയ്ത് പാരൻസിൻ്റെ സപ്പോർട്ട് എന്താണെന്ന് നിങ്ങൾ കുറച്ച് കുട്ടികളോടൊന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു ഇനാഗുറേഷനിൽ വെച്ച് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സ്പീച്ച് പറയാൻ നിങ്ങളെ വിളിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ സ്പീച്ചായിട്ട് നമുക്ക് ചോദിക്കാം. മേ ബി ഒരു പാരഗ്രാഫായിട്ടും ചോദിക്കാം. ഇതേപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ സ്റ്റാർട്ടിങ് തന്നെ എന്താണ് ഈ ഒരു പാഠം, ഇപ്പോൾ സ്പീച്ചൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റൊക്കെ ആദ്യം പറയണം. അത് കഴിഞ്ഞിട്ട് ഈ പാഠത്തിലോട്ട് വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരൻസ്, ദേ ആർ ഷേപ്പിംഗ് യു ആൻഡ് ട്രൈ ടു മേക്ക് യു ദ ബെസ്റ്റ് യു ക്യാൻ ആൻഡ് ദേ ആർ ഹെൽപ്പിംഗ് ദ ചിൽഡ്രൻ. Parents always support you and help you through your weakness and make you physically and mentally much stronger person. എല്ലാ വ്യക്തിയെയും സ്ട്രോങ്ങർ പേഴ്സണാക്കി മാറ്റുന്നത്, എല്ലാ ഭയങ്ങളെയും ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എപ്പോഴും ഒരു കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ഒരു കുട്ടിയെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പാരൻസാണ്. അങ്ങനെ പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതുക. അതാണ് പാരൻസ് നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, പാരൻസിൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് ഒരു പാരഗ്രാഫ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പഠിക്കാതെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതൊരു സ്പീച്ചാണ്. അതായത് നമ്മളിപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന പാഠവും അതേപോലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ പാഠം 2 മിനിറ്റ്. അപ്പോൾ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന പാഠം അതുപോലെ തന്നെ ഹിസ് ഫസ്റ്റ് ഫ്ലൈ എന്ന് പറഞ്ഞ പാഠം നിങ്ങൾ വായിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പീച്ച് പറയാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിൽ ഈ 2 പാഠം ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലായ മെസ്സേജ് യൂസ് ചെയ്തിട്ട് ഒരു സ്പീച്ച് അഡ്രസ്സ് ചെയ്യാനാണ്, സ്പീച്ച് പറയാനാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ചോദിച്ച് കണ്ടിട്ട് ഇത് എൻ്റെ എക്സാമിന്, ഞാനൊക്കെ പഠിക്കുന്ന എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ആദ്യം തന്നെ ഈ പാഠം പിടിച്ച് പറയല്ല. മൈ ഡിയർ സ്റ്റുഡൻസ് ഓർ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞു തുടങ്ങാം. യു ആർ സൂൺ ഗോയിങ് ടു അപ്പിയർ ഫോർ SSLC എക്സാമിനേഷന് പോവുകയാണ്, വിച്ച് ഇസ് എ ബിഗ് ടേണിംഗ് പോയിൻ്റ് ആണ്. അതേപോലെ പിന്നെന്താണ്, ചില ആൾക്കാർ പാനിക് ആവുന്നുണ്ട്. ബട്ട് ദർ ഇസ് നോ നീഡ് ടു ഫിയർ, ദ എക്സാമിനേഷൻസ് ആർ സിംപ്ലി ടു ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ എക്സാമിനേഷൻ വളരെ സിമ്പിളാണ്, നിങ്ങളത് വലിയ കാര്യമായിട്ട് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കുട്ടികൾ, നിങ്ങൾക്ക് മുമ്പ് millions of students before you have taken this kind of examination. ഇതിനു മുമ്പ് ഒരുപാട് കുട്ടികൾ എക്സാം എഴുതിയിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് നത്തിങ് ന്യൂ ഓർ ടെറിഫൈങ്. ഇത് പേടിപ്പെടുത്തുന്ന ഒന്നൊന്നുമല്ല. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളോട് നമ്മൾ അവരെ കോൺഫിഡൻസ് ആക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. ബി കോൺഫിഡൻറ്റ്, ഡോണ്ട് ബി നെർവസ് ആൻഡ് ടീച്ചേഴ്സ് ഹാവ് ബീൻ ടെസ്റ്റിംഗ് യുവർ നോളജ് എവറി നൗ ആൻഡ് ദെൻ. നിങ്ങളുടെ നോളജ് എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്.
സോ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ട് വായിക്കുക ആൻഡ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേയിൽ അതിനെ ഫേസ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 2 പാരഗ്രാഫ് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് തേർഡ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് പറയാം, സെക്കൻഡോ തേർഡ് പാരഗ്രാഫിൽ നമ്മൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ചിട്ടും കലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അവർക്ക് മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ സെൽഫ് എക്സാമിനേഷൻ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കാം. പക്ഷേ എബൌട്ട് ദ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം വരിക. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഇങ്ങനൊരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടോ, യു ഹാവ് റീഡ് ദ സ്റ്റോറി, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. ദ സീഗിൾ വാസ് സെലക്ടഡ് ടു ടേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അങ്ങനെ അതിൻ്റെ മദർ അതിനെ സപ്പോർട്ട് ചെയ്തത്. ഇൻ ദ സിമിലർ ഫേഷൻ യു ഗോ കറേജസ്ലി ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും നന്നായി ഫേസ് ചെയ്യുക, കോൺഫിഡൻറ്റോട് കൂടി മുന്നോട്ട് പോവുക. ബി ഒപ്റ്റിമിസ്റ്റിക്, യു ആർ നോട്ട് ദ ഫസ്റ്റ്. നിങ്ങൾ ഒരാളല്ല ആദ്യമായിട്ട് ഈ എക്സാം എഴുതുന്നത്. അങ്ങനെയൊക്കെ സ്റ്റാർട്ടിങ് ജസ്റ്റ് കുറച്ച് പറയുക പാഠത്തിനെ കുറിച്ചിട്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മദറാണ്, അത് വളരെ ഒരു കറേജസോട് കൂടി അത് ഫേസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പാഠം നമ്മളൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ പാരൻസിൻ്റെ സപ്പോർട്ടിനെ കുറിച്ചൊരു ഒരു സ്പീച്ച് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു പാരഗ്രാഫ് ഞാൻ കാണിച്ചു തന്നില്ലേ, ഒരു പാരൻസിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെ എഴുതണം, അതും ഈ പാഠം ഈ ഒരു സെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, സോ അതേപോലെ ലാസ്റ്റ് നമ്മൾ കലാം എന്താണ് പറഞ്ഞത്, കലാം ഹാസ് ടോൾഡ് യു ടു ബി യുണീക്ക്, നിങ്ങൾ യുണീക്ക് ആവണം. അങ്ങനെ കലാം പറഞ്ഞ കാര്യങ്ങളും ലൈഫ് ഈസ് ഫുൾ ഓഫ് എക്സാമിനേഷൻ, ദ പീപ്പിൾ ഹു ഫേസ് ദം വിത്ത് കോൺഫിഡൻസ് ആൻഡ് കറേജ് വിൽ സക്സീഡ് ഇൻ ലൈഫ്. അങ്ങനെ കുറച്ച് പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒരു സ്പീച്ച് എഴുതാനുള്ള അത്യാവശ്യം കണ്ടന്റ് ആക്കി വെക്കുക. സോ ലാസ്റ്റ് നമ്മൾ ഐ വിഷ് യു ഓൾ ദ റിസൗണ്ടിങ് സക്സസ് ഇൻ ദ ഫോർത്ത് കമ്മിങ് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞിട്ട് താങ്ക് യു പറയുക, അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്പീച്ച്. മേ ബി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആവും, അല്ലെങ്കിൽ പാരൻസിൻ്റെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് ഈ പാഠത്തിൻ്റെ ബേസിൽ പറയാൻ അങ്ങനെയും ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിവ്യൂ അല്ലെങ്കിൽ സമ്മറി എഴുതാൻ ചോദിക്കാം, ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം, സ്പീച്ച് ചോദിക്കാം, പാരൻസിൻ്റെ സപ്പോർട്ടിനെ കുറിച്ച് ഒരു റൈറ്റപ്പോ അല്ലെങ്കിൽ ഒരു എസ്സേയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ എഴുതാനായിട്ട് ചോദിക്കാം. ഇതൊക്കെയാണ് ഈ പാഠത്തിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പോയിന്റ് ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാലും മതി. അതല്ല കുഴപ്പമില്ലെന്ന് ജസ്റ്റ് മനസ്സിലാക്കി പോയിന്റുകൾ അല്ലെങ്കിൽ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ പോയിട്ട് എഴുതുക. ഓക്കെ, ഇതൊക്കെ ഷോർട്ടാക്കി പഠിക്കണം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എക്സാമിന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.